ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻ SS മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാഷകന്റെ പുസ്തകം 39-ാം അധ്യായം 35 വാക്യങ്ങളിൽ നിന്ന് 65 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. 1. എല്ലാ പൗരാണിക ജ്ഞാനവും അറിയുന്നതിൽ താൽപ്പര്യമുള്ളവൻ ആര്? അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ. 2. പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കാൻ താൽപ്പര്യമുള്ളവൻ ആര്? അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവന്. 3. വിശ്രുതരുടെ വാക്ക് വിലമതിക്കുകയും ഉപമകളുടെ പൊരുളുകൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും ചെയ്യുന്നതാര്? അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ. 4. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ വിലമതിക്കുന്നത് ആരുടെ വാക്കാണ്? വിശ്രുതരുടെ. 5. ഉപമകളുടെ പൊരുളുകൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുന്നത് ആര്? അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ. 6. 39-ാം അധ്യായം 2-ാം വാക്യത്തിന് സമാനമായ വാക്യം ഏത്? ജ്ഞാനത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം 8-ാം വാക്യം. 7. ആപ്തവാക്യങ്ങളുടെ ആന്തരാർത്ഥം തേടുന്നത് ആര്? അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ. 8. ഉപമകളുടെ നിഗൂഢതകളെ സ്വായത്തമാക്കുന്നത് ആര്? അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ. 9. മഹാന്മാരെ സേവിക്കുകയും ഭരണാധികാരികളുടെ മുൻപിൽ പ്രവേശനാനുമതി ലഭിക്കുകയും ചെയ്തിട്ടുള്ളത് ആർക്ക്? അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവന്. 10. വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കുകയും മനുഷ്യൻ്റെ നന്മതിന്മകൾ വേർതിരിച്ചറിയുവാൻ കഴിയുകയും ചെയ്യുന്നത് ആർക്ക്? അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവന്. 11. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കാൻ താൽപ്പര്യമുള്ളവൻ സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ താൽപ്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നത് എപ്പോൾ? അതിരാവിലെ. 12. അതിരാവിലെ എഴുന്നേൽക്കുന്ന അവൻ ആരുടെ മുൻപിലാണ് പ്രാർത്ഥനകൾ അർപ്പിക്കുന്നത്? അത്യുന്നതൻ്റെ. 13. അതിരാവിലെ എഴുന്നേറ്റ് അത്യുന്നതൻ്റെ മുൻപിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നവൻ എന്താണ് യാചിക്കുന്നത്? പാപമോചനത്തിനായി. 14. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ ജ്ഞാനത്തിൻ്റെ ചൈതന്യം നിറയും. എപ്പോൾ? സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ. 15. ജ്ഞാനത്തിൻ്റെ ചൈതന്യം നിറഞ്ഞ് പ്രാർത്ഥനാപൂർവം കർത്താവിന് നന്ദി പറയുന്നത് എങ്ങനെ? വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ്. 16. വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം കർത്താവിന് നന്ദി പറയുമ്പോൾ അവൻ്റെ എന്താണ് നേരായ മാർഗത്തിലേക്ക് തിരിയുന്നത്? അവൻ്റെ ചിന്തയും അറിവും. 17. അവൻ്റെ ചിന്തയും അറിവും നേരായ മാർഗത്തിലേക്ക് തിരിയുമ്പോൾ അവൻ ധ്യാനിക്കുന്നത് എന്ത്? അത്യുന്നതൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച്. 18. അറിവ് പ്രകടമാക്കുന്നത് എങ്ങനെ? പ്രബോധനങ്ങളിലൂടെ. 19. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നവൻ എന്തിലാണ് അഭിമാനം കൊള്ളുന്നത്? കർത്താവിൻ്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ. 20. ഒരിക്കലും മാഞ്ഞു പോവുകയില്ലെന്ന് പ്രഭാഷകൻ പറയുന്നത് എന്ത്? ഒരുവൻ്റെ ജ്ഞാനം. 21. സ്മരണ അപ്രത്യക്ഷമാകാത്തതും തലമുറകളിലൂടെ ജീവിക്കുകയും ചെയ്യുന്നതാര്? കർത്താവിൻ്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ അഭിമാനം കൊള്ളുന്ന ജ്ഞാനി. 22. അവൻ്റെ വിജ്ഞാനം പ്രഘോഷിക്കുന്നത് ആര്? ജനതകൾ. 23. അവൻ്റെ സ്തുതി ഉദ്ഘോഷിക്കുന്നതാര്? സമൂഹം. 24. ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായൊരു നാമം അവൻ അവശേഷിപ്പിക്കും.
എപ്പോൾ? ദീർഘകാലം ജീവിച്ചിരുന്നാൽ. 25. 39:6 സമാനമായ വാക്യം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 7-ാം വാക്യം. 26. പൂർണ്ണചന്ദ്രനെ പോലെ ഞാൻ പൂരിതനാണ് എന്ന് പറഞ്ഞതാര്? പ്രഭാഷകൻ. 27. അരുവിക്കരയിലെ പനിനീർച്ചെടി പോലെ മൊട്ടിടുവിൻ എന്ന് പ്രഭാഷകൻ പറഞ്ഞത് ആരോട്? വിശ്വസ്തരായ പുത്രന്മാരോട്. 28. എവിടുത്തെ പനിനീർച്ചെടിയോടാണ് മൊട്ടിടുവിൻ എന്ന് പ്രഭാഷകൻ പറഞ്ഞത്? അരുവിക്കരയിലെ. 29. എന്തുപോലെയാണ് സൗരഭ്യം പരത്തേണ്ടത്? കുന്തുരുക്കം പോലെ. 30. പൂവണിയേണ്ടത് എങ്ങനെ? ലില്ലി പോലെ. 39. വിശ്വസ്തരായ പുത്രന്മാരോട് എന്തെല്ലാം ചെയ്യണമെന്നാണ് പ്രഭാഷകൻ 39-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത്? സുഗന്ധം പരത്താനും സ്തുതിഗീതം ആലപിക്കാനും കർത്താവിൻ്റെ എല്ലാ പ്രവൃത്തികളെയും കുറിച്ച് വാഴ്ത്താനും. 32. കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടത്തോട് നന്ദി പറയുകയും ചെയ്യേണ്ടത് എങ്ങനെ? സ്തുതികളോടും ഗാനാലാപത്തോടും വീണനാദത്തോടും കൂടെ. 33. എല്ലാ പ്രവൃത്തിയും ആരുടേതാണ്? കർത്താവിൻ്റെ. 34. കർത്താവിൻ്റെ പ്രവൃത്തികൾ എങ്ങനെയുള്ളതാണ്? അത്യുത്തമമാണ്. 35. കർത്താവ് കൽപ്പിക്കുന്നതൊക്കെയും നിർവഹിക്കപ്പെടുന്നത് ആരുടെ നാമത്തിലാണ്? കർത്താവിൻ്റെ നാമത്തിൽ. 36. കർത്താവിൻ്റെ പ്രവൃത്തികൾ ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ചോദിക്കാൻ ആർക്കും അവകാശമില്ല. എന്തുകൊണ്ട്? യഥാകാലം എല്ലാം വെളിവാകുന്നതുകൊണ്ട്. 37. ജലം കുന്നുകൂടിയത് എപ്പോൾ? കർത്താവ് അരുളി ചെയ്തപ്പോൾ. 38. ജലാശയങ്ങൾ ഉണ്ടായതപ്പോൾ? കർത്താവ് കൽപ്പിച്ചപ്പോൾ. 39. കർത്താവിൻ്റെ ഇഷ്ടം നിറവേറുന്നത് എപ്പോൾ? കർത്താവ് കൽപ്പിക്കുമ്പോൾ. 40. ആർക്കും സാധ്യമല്ലാത്തത് എന്ത്? കർത്താവിൻ്റെ രക്ഷാകര പദ്ധതിയെ പരിമിതമാക്കാൻ. 41. മനഃപ്പാഠമാക്കാനുള്ളൊരു വചനഭാഗമാണ്. മർത്യൻ്റെ പ്രവൃത്തികൾ അവിടുന്ന് കാണുന്നു, അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അധ്യായം വാക്യം എഴുതുക. 39-ാം അധ്യായം 19-ാം വാക്യം. 42. 39-ാം അധ്യായം 19-ാം വാക്യത്തിന് സമാനമായ വാക്യം ഏത്? ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. 43. കർത്താവിന് ഒന്നും വിസ്മയകരമല്ല എന്ന് പ്രഭാഷകൻ പറയുന്നത് എന്തുകൊണ്ട്? അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട്. 44. ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്തിന്? നിശ്ചിതോപയോഗത്തിന്. 45. നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്നത് എന്ത്? കർത്താവിൻ്റെ അനുഗ്രഹം. 46. കർത്താവിൻ്റെ അനുഗ്രഹം വരണ്ട ഭൂമിയെ ഏതുപോലെ കുതിർക്കുന്നു? വെള്ളപ്പൊക്കം പോലെ. 47. ജനതകൾ കർത്താവിൻ്റെ കോപത്തിനിരയാകുന്നതിനെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? കർത്താവ് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നതിനോട്. 48. ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് ആര്? കർത്താവ്. 49. കർത്താവിൻ്റെ മാർഗം ഗ്രജുവാണ്. ആർക്ക്? വിശുദ്ധർക്ക്. 50. കർത്താവിൻ്റെ മാർഗം ദുഷ്ടർക്ക് എങ്ങനെയാണ്? പ്രതിബന്ധങ്ങൾ നിറഞ്ഞതാണ്. 51. തിന്മ ദുഷ്ടർക്കെന്ന പോലെ നന്മ ആർക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? ശിഷ്ടർക്ക് വേണ്ടി. 52. മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ ഏതെല്ലാം? ജലം, അഗ്നി, ഇരുമ്പ്, ഉപ്പ്, ഗോതമ്പ്, പാൽ, തേൻ, വീഞ്ഞ്, എണ്ണ,
വസ്ത്രം എന്നിവയാണ് മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ. 53. മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങളായ വസ്തുക്കൾ ദൈവഭക്തർക്ക് എങ്ങനെ പരിണമിക്കുന്നു? നന്മയായി. 54. മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങളായ വസ്തുക്കൾ ദുഷ്ടർക്ക് എങ്ങനെ പരിണമിക്കുന്നു? തിന്മയായി. 55. കാറ്റുകൾ എന്തിനായി സൃഷ്ടിക്കപ്പെട്ടു? പ്രതികാരത്തിനായി. 56. കോപാവേശത്താൽ കാറ്റുകൾക്ക് എന്ത് സംഭവിക്കുന്നു? കാറ്റുകൾ ആഞ്ഞടിക്കുന്നു. 57. സംഹാരമുഹൂർത്തത്തിൽ കാറ്റുകൾക്ക് എന്ത് സംഭവിക്കുന്നു? ശക്തി മുഴുവൻ ചൊരിഞ്ഞ് സൃഷ്ടാവിൻ്റെ കോപം ശമിപ്പിക്കുന്നു. 58. പ്രതികാരത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവ ഏതെല്ലാം? അഗ്നി, കന്മഴ, മഹാമാരി, ക്ഷാമം. 59. പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട ജന്തുക്കൾ ഏതെല്ലാം? ഹിംസ്ര ജന്തുക്കളുടെ ദംഷ്ട്രകളും തേളുകളും അണലികളും. 60. ദൈവഭക്തിയില്ലാത്തവനെ ശിക്ഷിച്ച് നശിപ്പിക്കാനുള്ളത് എന്ത്? വാൾ. 61. കർത്താവിൻ്റെ കൽപ്പനയിൽ ആഹ്ലാദം കൊള്ളുകയും കർത്തൃനിർവഹണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്നതാര്? അഗ്നി, കന്മഴ, ക്ഷാമം, മഹാമാരി, തേളുകൾ, അണലികൾ, കൂടാതെ ഹിംസ്ര ജന്തുക്കളുടെ ദംഷ്ട്രകളും. ഒന്നുകൂടെ പറയാം. അഗ്നി, കന്മഴ, ക്ഷാമം, മഹാമാരി, അണലി, തേളുകൾ, ഹിംസ്ര ജന്തുക്കളുടെ ദംഷ്ട്രകളും. അടുത്തത് പൂരിപ്പിക്കാനുള്ളൊരു ചോദ്യമാണ്. ചോദ്യം 62. കർത്താവിൻ്റെ പ്രവർത്തികൾ ഡാഷ് ഉത്തമമാണ്. കർത്താവിൻ്റെ പ്രവർത്തികൾ ഉത്തമമാണ്. 63. കർത്താവ് യഥാസമയം നിറവേറ്റുന്നത് എന്ത്? ആവശ്യങ്ങൾ. 64. കർത്താവിൻ്റെ പ്രവർത്തികൾ ഒന്ന് മറ്റേതിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. കാരണം ഓരോന്നും യഥാകാലം നന്മയായി തെളിയും. അതുകൊണ്ട്. 65. കർത്താവിൻ്റെ പ്രവർത്തികൾ ഓരോന്നും യഥാകാലം നന്മയായി തെളിയുന്നതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതം ആലപിച്ച് കർത്താവിൻ്റെ നാമം വാഴ്ത്താൻ. അടുത്ത അധ്യായത്തോടുകൂടി പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള പഠനഭാഗം നമുക്ക് തീർക്കാൻ സാധിക്കും. നമ്മുടെ വാട്സാപ്പ് വഴിയുള്ള മോഡൽ ടെസ്റ്റ് പേപ്പറുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പരമാവധി പേർ അതിൽ പങ്കെടുക്കുകയും അതിൻ്റെ ഫലം എടുക്കുകയും ചെയ്യണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു.